അപ്പോൾ നമ്മോടൊപ്പം ബ്രിഗേഡിയർ മോഹനൻപിള്ള നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹനൻപിള്ള, ഇന്നത്തെ സാഹചര്യങ്ങളൊന്നും ഇനി പറഞ്ഞു തരേണ്ടതില്ല, കാരണം നമ്മൾ എല്ലാ ഇൻഫർമേഷൻസ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. എത്രത്തോളം പ്രഹരശേഷിയോടുകൂടിയുള്ള നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തേക്ക് നടത്തിയോ അതിനെയെല്ലാം നമ്മുടെ എല്ലാ സമ്പൂർണ്ണമായിട്ടുള്ള സൈനിക ശേഷി, നമ്മുടെ ആയുധങ്ങളുടെ എത്രത്തോളം അത് ഫലവത്താണ് എന്ന് തെളിയിക്കുന്ന രീതിയിലായിരുന്നു ഓപ്പറേഷൻ നമ്മൾ തിരിച്ചടി നൽകിയിരിക്കുന്നത്. ഇനി എന്തൊക്കെ, കാരണം ഗ്രാമങ്ങളെയൊക്കെ തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്, സിവിലിയൻസിനെ ലക്ഷ്യം വയ്ക്കുന്നു പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും. അപ്പോൾ ഏത് രീതിയിലുള്ള ശ്രമവും നമ്മൾ പ്രതീക്ഷിക്കണം. എന്തൊക്കെ നീക്കങ്ങൾ നമ്മൾ ഇനി അടുത്ത നിമിഷം, അടുത്ത മണിക്കൂറുകൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് ശ്രീ മോഹനൻപിള്ള? തീർച്ചയായിട്ടും, അതായത് നമ്മൾ ഇന്നലെയും ഡേ ഫോർ യെസ്റ്റർഡേ കഴിഞ്ഞ പോലെ ആയിരിക്കില്ല ഇനിയും വരുന്നത്, അതിലും സങ്കീർണമായിരിക്കും. അത് നമ്മൾ ശരിക്കും ഡ്രോണുകൾ നമ്മുടെ എയർ സ്പേസ് ഒന്നും ക്രോസ് ചെയ്യാതെ ഡ്രോൺ ബേസിക്കലി, അല്ലെങ്കിൽ മിസൈൽസ്, പിന്നെ ബോർഡറിൽ ആർട്ടിലറി ഷെല്ലിംഗ്, അതാണ് ഇതുവരെയും നമ്മൾ കണ്ടിട്ടുള്ളത്. വിശിഷ്യ മിസൈൽസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ബോർഡറിൽ ഓഫ് കോഴ്സ് അത് ലൈൻ ഓഫ് കൺട്രോളിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഈ ആർട്ടിലറി ഷെല്ലിംഗ് ഉണ്ടാവാറുണ്ട്. അതൊരു 5-6 കിലോമീറ്റേഴ്സ് ഓൺ ഐദർ സൈഡ് അത് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളതാണ്. അതിനുള്ള പ്രിക്കോഷൻസ് ആ ബോർഡറിലുള്ള മനുഷ്യര് ബങ്കറുകളാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഷെൽട്ടർ ടേക്ക് കെയർ അവർ ചെയ്യാറുണ്ട്. പിന്നെ ഇതിനകത്ത് രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടെററിസ്റ്റാണെന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ നേപ്പാളോ ഭൂട്ടാനോ പോലെയുള്ള ഒരു രാജ്യമല്ല. അവര് ആ ഒരു കപ്പാസിറ്റിയെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്, ഇപ്പോഴും നമ്മൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് ബോർഡറിൽ ഉള്ളത്. ആർമി റെഗുലറായി വാർ ഡിക്ലെയർ ചെയ്തിട്ടില്ല. വാർ ഡിക്ലെയർ ചെയ്ത് ഇന്റർനാഷണൽ ബോർഡർ റെഗുലർ ആർമി ടേക്ക് ഓവർ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതുവരെയും ഇന്ത്യ സംയമനം പാലിച്ച് വളരെ ലോകത്തിന് നല്ലൊരു മോഡല് കാണിച്ചിട്ട് വളരെ പ്രിസൈസ് ആയിട്ട്, അല്ലെങ്കിൽ ടാർഗറ്റഡ് ഓറിയന്റഡ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ റീസണബിൾ ആയിട്ട് ഉള്ള ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് മറുസൈഡിൽ എന്താണ് നടക്കുന്നത്? യാതൊരുവിധ നീതിക്കും യുക്തിക്കും നിരക്കാത്ത രീതിയിൽ ടാർഗറ്റിനെ, അതായത് ബൗണ്ടറിക്ക് അല്ലെങ്കിൽ അതിർത്തിക്ക് ഇപ്പുറമുള്ളത് എന്തും അവരുടെ ശത്രുക്കളാണ് എന്നുള്ള രീതിയിൽ ടാർഗറ്റ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. സിവിലിയൻ ആണെങ്കിലും പൗരന്മാരാണെങ്കിലും ആരാധനാലയങ്ങളാണെങ്കിലും ആശുപത്രികളാണെങ്കിലും എയർപോർട്ടുകളാണെങ്കിലും എന്തും എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകളും അവർ ഒരു എയിം ഇല്ലാത്ത രീതിയിൽ ഈ അറ്റാക്ക് തുടർന്നുകൊണ്ടിരിക്കും. പാകിസ്ഥാനെ സംബന്ധിച്ച് എന്താണ് ചെയ്യേണ്ടതോ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതോ എന്ന് പോലും ഒരു ധാരണയുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ രാത്രി നമ്മൾ കൂടുതൽ കരുതലോടെ ഇരിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? അങ്ങേക്ക് പാകിസ്ഥാന്റെ ഒരു സൈനിക നീക്കങ്ങളെ കുറിച്ച് കൃത്യമായി അറിയുന്നതാണല്ലോ, പാകിസ്ഥാന്റെ ഒരു സ്വഭാവത്തെ കുറിച്ച്. അപ്പൊ ഇന്നും ഇന്നലത്തേന് സമാനമായ നീക്കങ്ങൾ ഉണ്ടായേക്കാം അല്ലെ? സമാനമായിട്ടല്ല, അതിലുപരി ഉണ്ടാവും. ബട്ട് അവിടെയാണ് എൻ എലമെന്റ് ഓഫ് സർപ്രൈസ് എന്ന് പറയുന്നത്. കാര്യം നമ്മളിപ്പോൾ ഇന്നും ആ സമയത്ത് തന്നെ ഉണ്ടാവാം 80% ടൈം. ജനറലി എല്ലാ ഓപ്പറേഷൻസും സാധാരണഗതിയിൽ തുടങ്ങുന്നത് ലാസ്റ്റ് ലൈറ്റ് കഴിഞ്ഞതിന് ശേഷമാണ്. ലാസ്റ്റ് ലൈറ്റ് കഴിഞ്ഞ് കുറച്ച് അല്പസമയത്തിന് ശേഷം സാധാരണഗതിയിൽ ഓരോ മൂവ്മെന്റ്സ് ഒന്നും ഉണ്ടാകും. പക്ഷേ അവർക്കറിയാം ഈ സമയത്താണ് നമ്മളും വളരെ വിജിൽ ആൻഡ് അലേർട്ടായിട്ടുണ്ട്. ആ ഒരു സമയം വേണമെങ്കിൽ അവർ ബൈപ്പാസ് ചെയ്യും. സന്ധ്യയ്ക്ക് കാണൂല, 8 മണിക്ക് കാണൂല, 9 മണിക്ക് കാണൂല, മേ ബി മിഡ് നൈറ്റിലാവാം. നമ്മളെ സിന്ദൂറിന്റെ ടൈം നമ്മൾ നോക്കണം. അപ്പം ഇങ്ങനെയുള്ള ആ ടൈമിങ്, സർപ്രൈസ്, അതുപോലെ ടൈം സിങ്ക്രണൈസേഷൻ ഒക്കെ ഇതിനകത്തൊരു ഫാക്ടറാണ്. അത് നമ്മൾ അതിനെ കുറിച്ച്, പക്ഷെ അറ്റാക്ക് ഉണ്ടാകും എന്നുള്ളത് വളരെ ഉറപ്പാണ്. ഫയർ പവർ രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ട്. ഈ ഫയർ പവർ ഹെവി ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾക്കും അത് ഭൂഷണമല്ല. പിന്നെ ഉള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ഫയർ പവർ അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ന് പറയുന്ന അവരൊരു 2-3 ദിവസം വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ ആക്റ്റീവായിട്ട് ഫയർ പവർ യൂസ് ചെയ്ത് ഹെവി ഡാമേജസ് ഇൻഫ്ലിക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് ഇതുവരെയുള്ള അവരുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നും പാസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നുഴഞ്ഞുകയറ്റം ഉണ്ടായിരിക്കുന്നു. ആ ശ്രമം ഇന്ത്യ വളരെ ഫലപ്രദമായി തന്നെ തിരിച്ചടി നൽകി. 7
ഭീകരവാദികളെ വധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഭീകരവാദികളിൽ നിന്ന് സൈനികർ തന്നെയാണ് ഭീകരവാദികളായി നുഴഞ്ഞു കയറി. അതെ, നുഴഞ്ഞു കയറുന്നത്. അപ്പോൾ മറ്റെന്തെങ്കിലും അങ്ങനെയുള്ള മറ്റ് നീക്കങ്ങൾ ഈ ഉള്ള കാരണം അവശേഷിക്കുന്ന വലിയ മുറിവാണ് അവർക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. ഭീകരവാദ ക്യാമ്പുകളൊക്കെ തന്നെ നമുക്ക് തകർക്കാനായി. അപ്പോൾ മറ്റു രീതിയിലുള്ള സൈന്യത്തെ മുൻനിർത്തി അല്ലെങ്കിൽ സൈന്യം അടിയറയിൽ നിന്നുകൊണ്ട് മറ്റെന്തെങ്കിലും നീക്കങ്ങൾ ഇന്ത്യക്കെതിരെ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ, നുഴഞ്ഞു കയറാനുള്ള സാഹചര്യങ്ങൾ, അതൊക്കെ ചാവേറ്, പല രീതിയിലുള്ള ചാവേറ് കാരണം ജിഹാദ് മുന്നറിയിപ്പ് അടക്കം ലഷ്കർ കഴിഞ്ഞ ദിവസം അൽ-ഖ്വയ്ദ നൽകുകയാണ്. അപ്പോൾ അങ്ങനെ മറ്റെന്തെങ്കിലും നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? തിരിച്ചടിക്ക് അങ്ങനെയുള്ള രൂപരേഖ തയ്യാറാക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഈ ടെററിസ്റ്റിന് കിട്ടിയ പ്രഹരം അതികഠിനമായതുകൊണ്ട് എല്ലാ ടെററിസ്റ്റ് ഗ്രൂപ്പുകളും ഒന്നായി, ഈവൻ അൽ-ഖ്വയ്ദ പോലും ജിഹാദിന് വേണ്ടി ആഹ്വാനം ചെയ്തിരിക്കുന്നത് കൊണ്ട് അവര് ടെററിസ്ഥാൻ ആർമിയെക്കാളും വളരെ ഒബീഡിയന്റും ഓർഡർ പാലിക്കുന്നതുമാണ് ഈ ടെററിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഈ ടെററിസ്റ്റുകൾ ഒരു പക്ഷേ ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ വളരെ ചാൻസസ് ഉണ്ട്. അവർ ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഒരു പക്ഷേ ഇവിടെയുള്ള ഓൾറെഡി ഇവിടെ ഹൈഡ് ചെയ്തിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരോ അല്ലെങ്കിൽ OGWO ഇവരൊക്കെ ഒന്ന് ചേർന്ന് ഇന്റേണലായിട്ട് ഒരു ഫിദായിൻ നടത്തുവാനുള്ള സാഹചര്യം ഉണ്ടാകും. ആ ഫിദായിൻ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നേരെ എന്തെങ്കിലും പഴയ ഗ്രൂപ്പുകളെയൊക്കെ തന്നെ ആക്റ്റീവാക്കാനുള്ള ശ്രമങ്ങൾ വിജയം കാണാനുള്ള സാധ്യതയില്ലല്ലോ. കാരണം അത്രമേൽ നമ്മൾ സൈനികപരമായിട്ടും അതിർത്തിയിലൊക്കെ ഉള്ള നമ്മുടെ നീക്കങ്ങൾ, പിന്നെ ഇന്ത്യക്കകത്ത് നമ്മൾ നടത്തുന്ന സുരക്ഷാ സംവിധാനങ്ങൾ, അപ്പോൾ പഴയ ഇലമെന്റ്സ് ഒക്കെ ആക്റ്റീവ് ചെയ്യാമെന്നുള്ള നീക്കങ്ങൾ അത്ര ഫലവത്തായി മാറില്ലല്ലോ. ഓഫ് കോഴ്സ് അതിനുള്ള ചാൻസസ് ഒക്കെ വളരെ ബ്രൈറ്റ് ആണ്. കാര്യം നമ്മള് ജമ്മു ആൻഡ് കാശ്മീരിൽ തീവ്രവാദികളുടെ വീടുകൾ നശിപ്പിച്ചപ്പോൾ വീടുകൾക്കുള്ളിൽ മാക്സിമം 2-3 വീടുകളിൽ നിന്ന് ആംസ് ആൻഡ് ആമിനേഷൻ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പം അത് നമുക്കൊരു ടോട്ടലി ഇത് അവിടെ തീവ്രവാദികളൊന്നും ഇല്ല ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് ഒരിക്കലും റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല ഒരു കാരണവശാലും. സ്റ്റിൽ ദേ ആർ അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ബോർഡറിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പം ഇന്റേണലി അവർക്ക് ആക്റ്റീവ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും കുറച്ച് എന്നിരുന്നാൽ തന്നെയും അവിടെ ജമ്മു ആൻഡ് കാശ്മീർ പോലീസ് അതുപോലെ തന്നെ പാരാമിലിറ്ററി ഫോഴ്സ് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാലും അതിനുള്ള പോസിബിലിറ്റി നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ഫിദായിൻ അറ്റാക്കിനുള്ളത് ഒരു കാരണവശാലും തള്ളിക്കളയാൻ പറ്റില്ല. അതിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ രണ്ടാമത് അവര് ലോങ് റേഞ്ച് ആംസ് യൂസ് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. അതായത് ലോങ് റേഞ്ച് ആംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ദൂരെയുള്ള ടാർഗറ്റുകൾ എയിം ചെയ്യാനുള്ള സാധ്യതകളാണ് വളരെ കൂടുതലായിട്ട് കാണുന്നത്. പക്ഷേ ഏത് സാധ്യതയെ മുന്നിൽ കണ്ട് തന്നെയാണ് നമ്മുടെ നീക്കങ്ങൾ പോകുന്നതെന്ന് നമുക്കും ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്.